ഞാൻ അങ്ങനെ പറയാൻ കാരണം, കുട്ടികളെ ശ്രദ്ധിക്കണമെന്ന് പറയാൻ കാരണം, അങ്ങനെ സ്കൂളുകളിൽ അടി നല്ലോണം നടക്കുന്നുണ്ട്. ആൺകുട്ടികളാണെങ്കിൽ മരണ അടിയാണ്, മരണ ടാസ്ക്കാണ്. പെൺകുട്ടികളുടെ ഇടയിലും ഉണ്ട്. എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഞാൻ ഇന്ന് ഓർത്തെടുക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും ഇവളെന്തിനാ ഇവളെ സ്റ്റോറി വന്ന് പറയുന്നതെന്ന്. എൻ്റെ സ്റ്റോറിയിലുണ്ട്, വേറെ സ്റ്റോറികൾ പറയും, അതല്ല. എനിക്ക് കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഓർത്തെടുക്കുമ്പോൾ ഞാനിതിൽ പറയുന്നതാണ്. കാരണം വീണ്ടും എനിക്കിത് ഓർത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഞാൻ ഒരിക്കൽ പറയാം. വീണ്ടും വീണ്ടും ചിലപ്പോൾ മറന്നു പോയാൽ ഈ ടോപ്പിക്ക് വരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പേര് ഓർമ്മയില്ല, നിമിഷം മാത്രമേ ഓർമ്മയുള്ളൂ. ഞാൻ +2 പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നൊരു പെണ്ണുണ്ട്, പേരെനിക്ക് ഓർമ്മയില്ല അവളുടെ. നല്ല പഠിപ്പിസ്റ്റാണ്. പക്ഷേങ്കിൽ അവൾ കോപ്പി അടിക്കാത്ത ഒന്നുപോലുമില്ല. അവൾക്ക് എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും അറിയാം. പക്ഷേങ്കിൽ കോപ്പി എന്ന് വെച്ചാൽ ഫുള്ള് കോപ്പിയാണ് അവൾ. എങ്ങനെ എഴുതുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല, അത്രയും ഇങ്ങനെ കോപ്പി അടിക്കാൻ പറ്റുന്നത്. അവൾ കോപ്പി അടിക്കാണ്ട് അവൾ എഴുതൂല. അവൾക്ക് അറിയാം ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം അവൾക്ക് അറിയാം, അത്രയും പഠിപ്പിച്ചാൽ. പക്ഷേ കോപ്പി അടിച്ച് അവൾ എഴുതുള്ളൂ, അത് വേറെ കാര്യം. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവൾക്ക് ആരോടെങ്കിലുമൊക്കെ ക്രഷ് ഉണ്ടെങ്കിൽ അവളുടെ മനസ്സിൽ വയ്ക്കും, അവരോട് പറയില്ല. അവൾ ആരോടാ ക്രഷ് ഉണ്ടായിരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ ആ ആളെ പേരും പറഞ്ഞിട്ട് എന്നെ അവൾ അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. +1 +2 ആണെന്ന് ഓർക്കണം. എന്നെ അടിക്കുമായിരുന്നു. എൻ്റെ ദേഹത്തൂടെ വെള്ളം കോരി, ഇങ്ങനെ തലയിൽ കൂടെ കുപ്പിയിൽ വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് വീട്ടിൽ പറയാത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. എല്ലാം പറയുന്നത് ഞാൻ +1 +2 ആയപ്പം പലതും ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട്. ഇവളെന്നെ ഇത്ര ഉപദ്രവിച്ചിട്ട് ഇവൾക്കറിയാം. എന്നിട്ട് അത് പോരാഞ്ഞിട്ട് അവളുടെ ചെക്കനെ നോക്കരുതെന്ന് പറയും. എനിക്ക് ഏത് ചെക്കനാണെന്ന് എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല. അവളുടെ ചെക്കനെ നോക്കരുത്, നീ അവനെ നോക്കി, അവൻ നിന്നോട് അതിനാ വേണ്ടിയും ചോദിച്ചിട്ട് എന്നെ ഇങ്ങനെ നുള്ളയൊക്കെ ചെയ്യുമായിരുന്നു. അല്ലാണ്ട് കുത്തിപ്പറയും, എന്തെല്ലാം ഒക്കെ കാണിക്കുമായിരുന്നു. എന്താണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ സ്വഭാവത്തിന് തിരിച്ചടിക്കേണ്ട ഞാനാണ്. രണ്ടു കൊല്ലം എനിക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ അവളെ ഒന്നും ചെയ്തില്ല. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞ് അവൾ അമ്മേനെ കൂട്ടിക്കൊണ്ട് വന്നു. അപ്പോഴമ്മ പറഞ്ഞു, ഇവള് വീട്ടിൽ പറയും പോലും ഞാൻ ഭയങ്കര പാവാണെന്നും ഇങ്ങനെ എന്നെ അടിക്കുമ്പോൾ ഞാൻ കൊള്ളുമായിരുന്നു എന്നൊക്കെ. ആ 2 കൊല്ലം എനിക്ക് എന്ത് സംഭവിച്ചു ഇന്നാണ് ഞാൻ ഓർത്തത്. ഞാൻ എന്തുകൊണ്ടാണ് അവളെ ഞാൻ അടിക്കാത്തതെന്നും. ഇനി വേറെ സ്കൂളായിരുന്നു, കുറേ അകലത്തിലാണ്. അവളെ നാട്ടിലാണ് ആ സ്കൂൾ, എൻ്റെ നാട്ടിലല്ല. ഇനി അതുകൊണ്ടാണോ ഞാൻ അവളെ വെറുതെ വിട്ടതെന്ന്